പലർക്കും അറിയില്ല, അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ചെയ്യാൻ മടിയും. അതാണ് ഈ ആധാർ അപ്ഡേറ്റിൻ്റെ ഒരു കുഴപ്പം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഇത് കുറച്ച് മടിയുടെ പ്രശ്നമുണ്ട് പലർക്കും. എന്തായാലും അങ്ങനെ മടിച്ചിരിക്കേണ്ട കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ആധാർ എന്നുള്ള വിഷയത്തിലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. നമസ്കാരം, ഇത് രഞ്ജിത്താണ്, ഇംപ്ലിമെന്റേഷൻ മാനേജർ, കേരള സ്റ്റേറ്റ് IT മിഷൻ. അപ്പോൾ ആധാറുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് സാറിനെ വിളിച്ചത്. ഓക്കെ, നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് 0 to 5 കുട്ടികളുടെ എൻറോൾമെന്റും പിന്നെ മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ്, അതായത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ. അപ്പോൾ ജനിച്ച കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആധാറിന് എൻറോൾമെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 0 to 5 ഏജിൽ എൻറോൾമെന്റ് ചെയ്യുന്ന സമയത്ത്, ആധാർ എൻറോൾമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബയോമെട്രിക്സ് എടുക്കുന്നില്ല. ബയോമെട്രിക്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഐറിസിന്റെ കൃഷ്ണമണി രേഖയുടെ അടയാളമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെന്താ ചെയ്യുന്നത് വെച്ചാൽ 5 വയസ്സിൽ ഈ ബയോമെട്രിക്സ് പുതുക്കേണ്ടതുണ്ട്. അതായത് കുട്ടി 5 വയസ്സ് തികയുന്ന സമയത്ത് കുട്ടിയുടെ ഫിംഗർ പ്രിന്റും പിന്നെ ഐറിസിന്റെ രേഖകളും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 15ാമത്തെ വയസ്സിലും നമ്മൾ ഈ രേഖകൾ പുതുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ വിരലടയാളം എല്ലാം ഇങ്ങനെ ചേഞ്ച് ആവുമല്ലോ 5 വയസ്സിലെടുത്തത്. അപ്പൊ അതുകൊണ്ട് 15ൽ നമ്മൾ ഒന്നും കൂടി ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ പൊതുവേ ആളുകൾ ഇത് ചെയ്യുന്നുണ്ടോ സാർ? കൃത്യമായിട്ട് കുറച്ചെല്ലാം ആളുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴായിരിക്കും നമ്മൾ പോയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഒന്നല്ലെങ്കിൽ റേഷന്റെ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഫിംഗർ പ്രിന്റ് വെക്കുമ്പോൾ അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴൊക്കെയാണ് ആളുകൾ എടുക്കുന്നത്. നമ്മൾ ഈ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ റേഷൻ കാർഡിൽ ചേർത്ത് കഴിഞ്ഞാൽ റേഷൻ്റെ ഇത് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അതേപോലെ സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കേസുകളിലെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 5 വയസ്സിലെയോ 15 വയസ്സിലെയോ ബയോമെട്രിക് പുതുക്കിയിട്ടില്ല എങ്കിൽ അപ്പോൾ ഒരു ഇൻവാലിഡ് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ 5ലും 15ലും നിർബന്ധമായിട്ടും ഈ ബയോമെട്രിക്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ബർത്ത്ഡേ ആവുന്ന സമയത്ത് തന്നെ അതൊന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ മതിയല്ലോ. 5ാമത്തെയും 10ാമത്തെയും വയസ്സാവുന്ന സമയത്ത് ഉടനെ ഇത് ചെയ്യേണ്ടതുണ്ടെന്നുള്ള കാര്യമൊന്നും എല്ലാ പാരന്റ്സും മനസ്സിൽ വെക്കേണ്ടതാണല്ലേ? അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 5 വയസ്സിൽ ചെയ്യേണ്ട ബയോമെട്രിക് അപ്ഡേറ്റ് നമുക്ക് 7 വയസ്സിനുള്ളിൽ വരെ ചെയ്യാം, ഫ്രീ ആയിട്ട്. ഇത് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അക്ഷയ സെന്ററിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആധാർ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 15 വയസ്സിൽ ചെയ്യേണ്ട അപ്ഡേറ്റ് 17 വയസ്സ് വരെ ഫ്രീ ആയിട്ട് ചെയ്യും. ഇത് ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ 8ാം വയസ്സിൽ അല്ലെങ്കിൽ 18ാമത്തെ വയസ്സിലാണ് നമ്മൾ അപ്ഡേറ്റിന് വേണ്ടി ചെല്ലുന്നതെങ്കിൽ 100 രൂപ ഈടാക്കും. ഓക്കെ. ഇത് നേരത്തെ രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ സാർ? നേരെ ഒരു അക്ഷയ സെന്ററിൽ കുട്ടിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യമല്ലേ? അതെ. മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് നമുക്ക് പ്രത്യേകിച്ച് രേഖകളുടെ ആവശ്യമില്ല. ആധാർ നമ്പർ മാത്രം പറഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഓൺലൈനിൽ പിന്നീട് അതിന്റെ എത്രയായി അതിന്റെ കാര്യങ്ങൾ എന്നുള്ള നമുക്ക് സാധാരണ ആധാറിന്റെ അപ്ഡേറ്റ് ഒക്കെ നോക്കുന്നുണ്ട്, നമുക്ക് നോക്കി അറിയാൻ പറ്റും അല്ലേ? അതെ, സക്സസ്ഫുൾ ആയോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പല കാര്യങ്ങളിലും ഇത് ഉപയോഗം വരും. സ്കോളർഷിപ്പ്, പിന്നെ റേഷൻ, പിന്നെ ഈ ഡിജി ലോക്കർ, പിന്നെ ഇപ്പൊ അപാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ ID, സ്റ്റുഡന്റ് ID എല്ലാം വരുന്നുണ്ട്. അതായത് കുട്ടികളുടെ എന്താ പറയാ അക്കാഡമിക് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപാർ എന്ന് പറഞ്ഞിട്ടൊരു യൂണീക്ക് ID എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം നമ്മൾ ഇതൊക്കെ ആധാർ കൊടുക്കുമ്പോൾ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. അപ്പോൾ എല്ലാ സ്റ്റുഡൻസ് പ്രത്യേകിച്ചും 5ലും 15ലും നിർബന്ധമായിട്ട് ഇത് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു അപേക്ഷ. ഓക്കെ. ആ സമയത്ത് ഇനി ഓടി നടന്ന് ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ ഒരു ശീലം അങ്ങനെയായിപ്പോയി. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചിട്ട്. അതെ. നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ പല ക്വറീസും വരാറുണ്ട്. അതായത് ഇപ്പൊ നീറ്റ് എക്സാമിന്റെ സമയത്ത്, ആ സമയത്തൊക്കെ ആയിരിക്കും എല്ലാവരും ഇതിനു വേണ്ടി ഓടി നടക്കുന്നത്. കാരണം അപ്പോ എൻറോൾ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ വരുമ്പോ അവര് പെട്ടെന്ന് നമ്മളെ ഹെൽപ്പ് ഡെസ്കിലെല്ലാം വന്ന് ഇത് പെട്ടെന്ന് എക്സ്പ്ലൈറ്റ് ചെയ്യാനെല്ലാം പറയും. അപ്പൊ നമ്മളിത് നേരത്തെ നോക്കി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല.
ഓക്കെ, നേരത്തെ തന്നെ അത് അപ്ഡേറ്റ് ആയിട്ടിരിക്കും. താങ്ക് യു വെരി മച്ച് സാർ, വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. യെസ്, അപ്പോൾ എക്സാം വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതണമെങ്കിൽ പോലും ആധാറിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഈ പറയുന്ന പോലെ 15 വയസ്സാവുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ 17-18 വയസ്സ് ആവുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തിരക്ക് പിടിച്ച ഒരു കാര്യമായി തീരും. വെറുതെ ആ സമയത്ത് ടെൻഷൻ്റെ കാര്യമായി തീരും. അപ്പോൾ 5 വയസ്സ് 15 വയസ്സ് ഈ 2 പ്രായങ്ങളും ആവുന്ന സമയത്ത് കുട്ടിക്ക് ആ വയസ്സ് കടക്കുന്ന സമയം ആവുമ്പോഴേക്കും ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഗുൽഫാൻസ്, ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ. ദിസ് ഇസ് മീ വൈശാഖ് സൈനിങ് ഓഫ്. കീപ് ലിസ്ണിംഗ്, ഹാവ് ഫൺ, കണക്കിന് ഫൺ.